സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about electrochemistry and some of the electrochemical reactions we were discussing. അല്ലേ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താ പഠിച്ചു, അതിനുള്ള നല്ലൊരു കോഡ് പഠിച്ചു. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിങ്ക് റോഡ് ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാൻ പറഞ്ഞു. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. അതുകൊണ്ടാണ് എനിക്ക് കമൻസിൽ ഡൗട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ കുറേ പേരൊക്കെ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ലെസണിൽ എത്തിയിട്ടേ ഉള്ളൂ. സോ ഡോണ്ട് വെറി. ഇനിയിപ്പോൾ ഈ പോർഷൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ഇട്ടേക്കുക. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം എന്താണ്, അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ സിങ്കും കോപ്പർ സൾഫേറ്റ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ ഡൗട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ 9th കുറച്ച് ബേസിക് ഐഡിയാസ് ആണ്, അത് ഞാൻ പറഞ്ഞും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റീകോൾ ചെയ്തേക്കുക. പിന്നെ ഞാൻ കുറച്ച് എലിമെൻസിൻ്റെ വാലൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് അയോൺസിൻ്റെ റാഡിക്കൽസിൻ്റെ വാലൻസും ഞാൻ പറഞ്ഞ് ഒരു ചാർട്ട് തരാം. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറേയൊന്നും വേണ്ട, അത്യാവശ്യം നിങ്ങൾക്ക് എന്നും സൾഫേറ്റ് നൈട്രേറ്റ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. സോ ഐ ഹാവ് ടേക്കൺ എ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ സിൽവർ നൈട്രേറ്റ് എന്നൊക്കെ ഉള്ള ഫോർമുല അറിയാത്ത ആൾക്കാരുണ്ട്. ആൾക്കാരെന്നല്ല, പൊതുവേ നമുക്ക് കൺഫ്യൂഷനാണ്, എത്ര പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഈ സിൽവർ നൈട്രേറ്റ് ഒക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ കെമിസ്ട്രി നോട്ടിൻ്റെ ഒരു ബാക്കിൽ, കാരണം ഇനി നമ്മൾ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഫോർമുലയൊക്കെ പറയും. നമുക്ക് എക്സാമിൻ്റെ തലേന്ന് ഓരോ പേജ് എടുത്ത് മറയ്ക്കുന്നേരും നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എങ്ങനെ എഴുതി വെക്കുക വെച്ചാൽ ഫോർമുല എന്ന് എഴുതി വെക്കാം. അവരെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം. പിന്നെ അവരെ നെയിമെന്ന് എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർമുല AgNO3 സിൽവർ നൈട്രേറ്റ്. അപ്പം നമുക്ക് എന്തായെന്നറിയോ, എക്സാമിന് പോകുന്നതിൻ്റെ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ എല്ലാം. സിൽവർ നൈട്രേറ്റ് എന്തായിരുന്നു, AgNO3. കോപ്പർ സൾഫേറ്റ് എന്തായിരുന്നു, CuSO4. അങ്ങനെയുള്ള കാര്യം നിങ്ങളുടെ നോട്ടുണ്ട്, നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടാവില്ല, അതിൻ്റെ ബാക്കിൽ ഒരു 2 പേജ് അതിനായിട്ട് മാറ്റി വെക്കൂ. വിൽ ബി സോ ഈസി ഫോർ യു. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ ഫോർമുലാസ് കംപ്ലീറ്റ് അതൊക്കെ നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ. നമ്മൾ തന്നെ എഴുതുമ്പം അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. വല്ല പ്രിൻറ്റഡ് മെറ്റീരിയൽസിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ ചെയ്താൽ ഇറ്റ് വിൽ ബി സോ ഈസി. ക്ലിയർ. ഇനിയിപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ബെഡ് ടൈമിൻ്റെ ബിഫോർ യു ജസ്റ്റ് ഗോ ത്രൂ ദ കെമിക്കൽ ഇക്വേഷൻസ്. എന്തായിരുന്നു സിൽവർ നൈട്രേറ്റ്, അത് ഇത് മാത്രം എടുത്ത് നോക്കിയാൽ മതി, അല്ലാതെ ഫുൾ ടെക്സ്റ്റ് എടുത്ത് പേജ് എടുത്ത് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ഇങ്ങനെയുള്ള കെമിക്കൽ ഫോർമുലാസ് ആൻഡ് ദെയർ നെയിം ജസ്റ്റ് റൈറ്റ് ഇൻ ദ ബാക്ക് ഓഫ് യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഐ ഹാവ് ഡിപ്ഡ് എ കോപ്പർ റോഡ്. ഞാൻ എന്താ ഡിപ്പ് ചെയ്യുന്നത്, ഒരു കോപ്പർ റോഡ്. കോപ്പറിൻ്റെ സിമ്പിൾ എന്താ, Cu. ഇത് ഈ കോപ്പറിൻ്റെ സിമ്പിൾ അറിയാത്തവർക്ക് എഴുതി വെക്കാലോ, നമ്മുടെ ബുക്കല്ലേ, നമുക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കോപ്പർ Cu ആൻഡ് സൊല്യൂഷൻ ഇസ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് AgNO3 ആണ്. അപ്പം ഞാനിതിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ സം ടൈം ഐ ക്യാൻ സീ എ ബ്ലാക്ക് കോട്ടിങ്. ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ടിരുന്ന കോപ്പറിൻ്റെ റോഡിൻ്റെ മുകളിൽ ബ്ലാക്ക് കോട്ടിങ് വന്ന് കിടക്കുകയാണ്. So what is the reason? Same question can be asked in the same way. A rod of copper is dipped in silver nitrate solution. After sometimes we can see a black coating over the copper rod. What is the reason? Write the chemical reaction, write the oxidation reduction reaction, write the redox reaction, which is the anode, which is the cathode. ഇതൊക്കെ ചോദിക്കാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്കെല്ലാം അറിയാമല്ലോ, നമുക്ക് ഈസിയാണ് എല്ലാം. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ എന്ത് വേണം, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് മനസ്സിൽ വേണം. പക്ഷെ ഇതിന് റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം കോപ്പർ നമ്മുടെ ഏറ്റവും ലാസ്റ്റിലാണ് കോപ്പർ സിൽവർ ഗോൾഡ് അല്ലേ. അപ്പം കോപ്പറാണ് സിൽവറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ, റിയാക്ഷൻ കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫിസിക്കായിട്ടുള്ള ഒരാൾ, നല്ല സ്റ്റാമിനുള്ള ഒരാളും ഒരു മെലിഞ്ഞ ആളും ഒരു പ്ലേസിലിരിക്കുന്ന മെലിഞ്ഞ ആൾ എന്ത് ചെയ്യും, ഒരു തട്ട് കെട്ടി കൊടുക്കും. എന്നിട്ട് ഈ സ്റ്റാമിനുള്ള ആൾ കയറി അവിടെ ഇരിക്കില്ലേ, ഇതെന്നെ അവിടെ ചെയ്യുന്നത്. ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ എന്ത് ചെയ്യുന്നറിയോ, സിൽവർ നൈട്രേറ്റിൽ സിൽവറിനെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്യും. സിൽവർ നൈട്രേറ്റിലെ സിൽവർ പാവം, കോപ്പറിൻ്റെ അത്ര റിയാക്ടിവിറ്റി ഇല്ല. അപ്പോൾ സിൽവറിനോട് ഓക്കെ നീ മാറ്,
ഐ എം ജസ്റ്റ് ഗോയിങ് ടു സ്റ്റേ ദെയർ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരാൾ അവിടെ പോയി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. സോ സം റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. എന്താ അവിടെ നടക്കുന്നത്? കോപ്പർ ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? കോപ്പർ വിച്ച് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ ഡിസ്പ്ലേസസ് സിൽവർ ഏതാ? AG. ഈ സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ടൈപ്പ് ഓഫ് അയോൺസ് ഉണ്ട്. AG പ്ലസും NO3 മൈനസും കേട്ടോ. NO3 മൈനസും AG പ്ലസ്. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ NO3 ഈസ് എ റാഡിക്കൽ. അതിൻ്റെ വാലൻസ് അല്ല ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. -1 ആണ്. അപ്പം AgNO3 ഇസ് ഡിസ്പ്ലേസ് AG അയോൺ. AGൻ്റെ അയോൺ ആണ്. AG അയോൺ ഫ്രം ദി സൊല്യൂഷൻ. ആര് ഡിസ്പ്ലേസ് ചെയ്യും? Copper displaces Ag ion from the solution, and this Ag get deposited. Ag ion alle Ag get deposited over the copper, and thereby the copper is having a black coating. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രിക്കാർക്ക് ഇത് പോരാലോ. നമുക്ക് എന്ത് വേണം? നമുക്ക് റിയാക്ഷൻ വേണം. അപ്പം നമുക്കറിയാം ഒരാളുടെ ഓക്സിഡേഷൻ ഒരാളുടെ റിഡക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുക. കോപ്പർ പ്ലസ് AgNO3 സിൽവർ നൈട്രേറ്റ് ഗീവ്സ് CuNO3 ട്വൈസ് പ്ലസ് Ag. വീണ്ടും പ്രശ്നം വന്നു ഇവിടെ. കോപ്പർ നൈട്രേറ്റിൻ്റെ ഫോർമുല നമുക്ക് അറിയണ്ടേ അല്ലേ? ഇതാണ് CuNO3 ട്വൈസ് ആണ്. അപ്പോൾ അതും ആ ബുക്കിൻ്റെ ബാക്കിൽ എഴുതുക. കോപ്പർ നൈട്രേറ്റ് CuNO3 ട്വൈസ് AgNO3. അപ്പോൾ കോപ്പർ AgNO3യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ AgNO3യിലെ Agനെ ഒഴിവാക്കിയിട്ട് അവിടെ കോപ്പർ കയറിയിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദി ഓവറോൾ റിയാക്ഷൻ വാട്ട് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് റിയാക്ഷൻ. സിമ്പിളാണ്. നമുക്ക് റിയാക്ഷൻ കിട്ടി. ഇനി നമുക്കറിയേണ്ട ഓക്സിഡേഷൻ റിഡക്ഷൻ ആരാ നടക്കുന്നത് അതറിയണമെങ്കിൽ നമുക്ക് ഇവരൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം. എലിമെൻ്റൽ സ്റ്റേറ്റിലോ മോളിക്യുലാർ സ്റ്റേറ്റിലോ ഉള്ള ആളുകളുടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0. കോപ്പർ ഒറ്റയ്ക്കാണ്, എലിമെൻ്റൽ സ്റ്റേറ്റിലാണ്. ഇനി ഇതിന് പകരം ഹൈഡ്രജൻ മോളിക്യൂൾ എന്നിരിക്കും H2, അതും 0 ആണ്. അത് എലിമെൻ്റൽ സ്റ്റേറ്റിലുള്ള എലിമെൻ്റൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മോളിക്യുലാർ സ്റ്റേറ്റിലോ ആണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. നൈട്രേറ്റ് ഞാൻ പറഞ്ഞു NO3 -1 ആണ്. എപ്പോഴും ഒരു കോമ്പൗണ്ട് എടുക്കുമ്പം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടിയിരിക്കണം. ഇത് -1 ആണെങ്കിൽ -1 എപ്പോഴാണ് എന്തോട് കമ്പൈൻ ചെയ്യുമ്പോൾ 0 ആവുക? +1ഓട് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലേ? -1ഉം +1ഉം കൂടി എന്താണ്? 0 ആണ്. അപ്പം AgNO3 -1ഉം സിൽവറിൻ്റെത് +1ഉം NO3 -1 ആണ്. അപ്പം ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറയണേ. CuNO3 ട്വൈസ്. ഓക്കെ, കോപ്പറിനൊക്കെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. നമുക്കറിയാം ഓക്സിഡേഷൻ അത് D ബ്ലോക്കിലെ എലിമെൻ്റ് ആണ്. സോ പല എലിമെൻ്റ് ആയിട്ട് പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് കോപ്പർ നമുക്ക് +2 പഠിച്ചു വെക്കാൻ പറ്റില്ല. ചിലത് +2 ഉണ്ട്, ചിലത് +3 ഉണ്ട്, ചിലത് +1ഉം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പറിൻ്റെത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ NO3 അതവരൊന്നും മാറാൻ പോകുന്നില്ല. NO3 is -1. അപ്പോൾ NO3 -1 ആണ്. നമുക്ക് കോപ്പറിൻ്റെ അറിയില്ല. അറിയാത്തത് ഞാൻ എന്ത് ചെയ്തു? X എന്നിട്ട് വെച്ചു. X പ്ലസ് -1 × 2 ആണ്. അപ്പോൾ 2 × -1 = 0. ഇത് നമ്മൾ 8th പഠിച്ചതാട്ടോ. 0 അതായത് ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ 0 ആണ്. അപ്പോൾ 2 × അപ്പോൾ X പ്ലസ് 2 × -1 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓർ X is equal to -2 ഇപ്പുറത്തേക്ക് പോകുമ്പം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം സിമ്പൽ മാറിയിട്ട് എന്താവും? +2. അപ്പോൾ എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +2. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തേക്കൂട്ടോ. കോപ്പർ ഇസ് +2. ഇത് എലിമെൻ്റൽ സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അതിനെന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? 0. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ നമ്പർ ആർക്കൊക്കെ മാറി. NO3യും NO3യും ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്താ ഇവിടെ 2ൽ ഇത് ഇതിൻ്റെ 2 NO3 ആണ്. പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 തന്നെയാണ്. നമ്മൾ നോക്കുക കോപ്പർ
കോപ്പർ 0-ൽ നിന്ന് +2 ആയി, അതായത് 0-ൽ നിന്നിരുന്ന കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷനാണ്? ഇഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഇസ് ഇൻക്രീസ് ദെൻ ദാറ്റ് പ്രോസസ് ഇസ് ഓക്സിഡേഷൻ. എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്? അപ്പം തന്നെ എഴുതിക്കോ നിങ്ങൾ, ഓക്സിഡേഷൻ. ഓക്കെ, ഞാൻ ഈ ഡയഗ്രാം ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണല്ലോ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സോ ഇനി നമ്മൾ നമ്മുടെ അടുത്ത ആളെ നോക്കുക, സിൽവർ. എ ജിക്ക് എന്താ സംഭവിച്ചത്? +1 ഉള്ള ഒരാളെ 0 ആയിപ്പോയി. സോ വാട്ട് ഹാപ്പൻ ടു ദി ഓക്സിഡേഷൻ നമ്പർ? ഇറ്റ് ഇസ് ഡിക്രീസ്ഡ്. സോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, റെഡ്യൂസ് ആയി. സോ ഇറ്റ് ഇസ് റിഡക്ഷൻ. എന്താണ് അവിടെ നടന്നത്? റിഡക്ഷൻ. ഇനിയും സംശയമുള്ളവർ ഇവിടെ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ്റെ ബ്രാക്കറ്റിൽ അങ്ങ് ഇനി അബദ്ധവശാൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ റെഡ്യൂസിങ് ഏജന്റ് എന്ന് എഴുതി വെക്കുക. റിഡക്ഷൻ നടക്കുന്ന ആളെ ബ്രാക്കറ്റിൽ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് എഴുതി. ഇപ്പം എല്ലാ കാര്യത്തിനും ആൻസർ കിട്ടി. Which is undergoing oxidation? Copper is undergoing oxidation. So which is oxidized? Copper. Which is reduced? Or where reduction is taking place? In silver. It is undergone reduction. Which is the oxidizing agent? Silver. Which is the reducing agent? Copper. എല്ലാ ആൻസറും കിട്ടില്ലേ? ഇനിയാണ് അടുത്തത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. അതും നമുക്ക് സിമ്പിളാണ്. ഓക്സിഡേഷൻ, റിഡക്ഷൻ അല്ലേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ കോപ്പർ അല്ലേ, കോപ്പറാണ് ഓക്സിഡേഷൻ നടന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ലോസ് ചെയ്യുമ്പം 0 ആയപ്പം ഓക്സിഡേഷൻ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ്. CU +2 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ പോയി അല്ലേ? കോപ്പർ +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ലോസ്റ്റ് 2 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഇസ് ബിക്കം Cu2+. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അതായത് ഞാനൊരു സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം കേട്ടോ. ഇത് എനിക്ക് ആർക്കെങ്കിലും ഡൗട്ട് വരെ വെച്ചിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഹീലിയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഹീലിയം ആറ്റോമിക് നമ്പർ 4 ആണ്, ആറ്റോമിക് നമ്പർ 2 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? 2 പ്രോട്ടോൺ 2 ഇലക്ട്രോൺ അല്ലേ? അബദ്ധവശാൽ ആർക്കെങ്കിലും 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ, 1 ഇലക്ട്രോണിനെ കൊടുത്തെന്ന് വിചാരിക്കുക. ഇപ്പം എത്ര പ്രോട്ടോൺ ഉണ്ട്? 2 പ്രോട്ടോണിൽ മാറ്റമില്ല, 1 ഇലക്ട്രോൺ. അവിടെ ഏത് ചാർജാ കൂടുതൽ? 1 പ്രോട്ടോൺ. അപ്പം ഹീലിയം എന്താണ്? He+ അയോണ അല്ലേ? കാരണം ആദ്യം ന്യൂട്രൽ ആയിരുന്ന ഹീലിയം 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും ഉണ്ടായിരുന്നു. ഹീലിയം അതിൻ്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ആർക്കോ കൊടുത്തെന്ന് വിചാരിക്കും. ഇപ്പം അതിൻ്റെ കയ്യിൽ 2 പ്രോട്ടോണും 1 ഇലക്ട്രോണുമാണ്. ഇപ്പം അത് ന്യൂട്രൽ അല്ല, ഇറ്റ് ഇസ് ഹാവിങ് എ പ്ലസ് ചാർജ്. ഇലക്ട്രോൺ പോയാൽ അവിടെ പ്രോട്ടോണിൻ്റെ നമ്പർ കൂടി, അപ്പം അതെന്തായി? പ്ലസ് ചാർജ്. അതാണ് ഇവിടെ പറഞ്ഞ കോപ്പർ 2 ഇലക്ട്രോണിനെ കൊടുത്തു, എന്നിട്ട് എന്തായി? Cu+. AG ഒറ്റ ആളേ ഉള്ളൂ. AGക്ക് +1 ആണ്, അതിന് ഒരൊറ്റ കണ്ടോ? AG+1 എന്നാണ് അത് 0 ആയത്. അപ്പോൾ AG ആണ് 1 ഇലക്ട്രോണിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ കോപ്പർ 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 AG അല്ലേ? 2 AG എന്ത് ചെയ്യും? 2 AG പ്ലസ് 1 ഇലക്ട്രോൺ അങ്ങ് വാങ്ങിയിട്ട് എന്താവും? ഇലക്ട്രോണിന് ആരേ വാങ്ങുള്ളൂ? ഇലക്ട്രോൺ തന്നെ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിന് ആരേ വാങ്ങുള്ളൂ? പ്ലസ് ചാർജ് ഉള്ള ഒരാൾ. ഇതാ AG+1 എന്നാണ്, അത് പ്ലസ് എന്നിട്ടാൽ കറക്റ്റാണ്. പ്ലസ് 1 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് AG, എത്ര AG? 2 AG. 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് 2 AG ആറ്റംസ് ഫോം ചെയ്യാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കോപ്പർ ലൂസസ് ഇറ്റ്സ് 2 ഇലക്ട്രോൺ ടു ഫോം Cu2+. 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 2 AG വേണം. 2 AG 2 ഇലക്ട്രോണിനെ വാങ്ങി 2 AG ആറ്റം ആവാണ്. ഈ AG ആറ്റമാണ് നമ്മളെ പാവം കോപ്പർ റോഡിൻ്റെ മുകളിൽ കയറിയിട്ട്, നമ്മളെ പാവമൊന്നുമില്ല, കോപ്പർ നല്ല സ്ട്രോങ് ആയതുകൊണ്ടല്ലേ ഈ AgNO3-ലെ AGനെ പിടിച്ചിട്ട് പുറത്താക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? കോപ്പറിൻ്റെ മുകളിൽ നിൽക്കും. ക്ലിയർ ആയോ? സോ this is the oxidation and reduction reaction taking place in this reaction, and this is the oxidation reduction equation or redox reaction. This is the redox. oxidation reduction നടക്കുന്നുണ്ട്, ഇതിനെ redox reaction എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ oxidation, ഇതാണ് ഇതിൻ്റെ reduction, ഇതാണ് ഇതിലെ reducing agent, ഇതാണ് ഇതിലെ oxidizing agent. which is the oxidizing agent? silver, Ag. oxidizing agent ഏതാ? Ag. ഇതിലെ reducing agent ഏതാ? copper. ഇതിൽ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്? കോപ്പറിൽ. ഇവിടെ റിഡക്ഷൻ ഏതിലാണ് നടക്കുന്നത്? Agയിൽ. സിമ്പിൾ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? നമുക്ക് കുറച്ച് എലിമെൻസിൻ്റെ
ഇതേപോലത്തെ വാലൻസി അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ എലിമെൻ്റൽ സ്റ്റേറ്റിൽ 0 ആണ്. പിന്നെ ഈ റാഡിക്കൽസ് നൈട്രേറ്റ്, സൾഫേറ്റ്, നമുക്ക് ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നൈട്രേറ്റ്, സൾഫേറ്റ്, ഇപ്പം NO3ക്ക് -1 തന്നെയാണ്, SO4 2- ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് പിന്നെ കാർബണേറ്റ് ഉണ്ട്, കാർബണേറ്റ് CO3 2- ഈ 2-3 എണ്ണൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതുപോലെയുള്ള ഇക്വേഷൻസ് വന്നാൽ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും കൂടെ അറിയണം. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള റിയാക്ഷൻ എന്താ പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നുള്ളത് അറിയണ്ടേ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ദി ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദിയർ സൊല്യൂഷൻ. അതായത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഡിസ്പ്ലേസസ് less reactive metals from their solution. Such type of reactions are known as displacement reaction. Zinc rod dipped in copper sulfate solution, copper rod in silver nitrate solution are some of the examples of displacement reaction. Zinc rod dipped in copper sulfate solution. ഇവിടെ ആരാ റിയാക്റ്റീവ്? സിങ്ക് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ കോപ്പറിലും സിൽവറിലും കോപ്പറാണ് റിയാക്റ്റീവ്. ഇത് എന്ത് ചെയ്യും? ഇതിനെ കയറി ഡിസ്പ്ലേസ് ചെയ്യും. വാട്ട് ഇസ് മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ സൊല്യൂഷൻ. അവരുടെ സൊല്യൂഷന് അവരെ അങ്ങ് മാറ്റും. അങ്ങനെയുള്ള റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? പഠിച്ചില്ലേ? ഇനി ടെക്സ്റ്റിൽ 1-2 ഡയഗ്രാം, എന്താ ഡയഗ്രാം നോക്കിയേക്ക്. So you can see a picture in your textbook. അല്ലേ? ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. അവിടെ 1, 2, 3, 4, 5 ടെസ്റ്റ് ട്യൂബിൻ 5 ബീക്കർ ഉണ്ട് അല്ലേ? 5 ബീക്കറിലും പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. എന്നിട്ട് താഴെ ഒരു കോളം ഉണ്ട്, യു ഹാവ് ടു ഫിൽ ഇറ്റ്. സിമ്പിളാണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ കാത്തിക്കുന്നു, നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ളതല്ലേ അല്ലേ? കാരണം ബിക്കോസ് വി നോ ദ തിയറി ബിഹൈൻഡ് ദാറ്റ്. നമുക്ക് അതിനുള്ള കോഡുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കൂ, മെഗ്നീഷ്യം ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പാണ് കോപ്പറും സിൽവറും ഗോൾഡും ആയിരുന്നു അല്ലേ ഏറ്റവും താഴെ നമ്മുടെ റിയാക്ടിവിറ്റീൻ്റെ സീരീസിലുള്ള. ബാക്കി എല്ലാവരും മുകളിലാണ്. അപ്പം തന്നെ ഉറപ്പാണ് മെഗ്നീഷ്യം ഇസ് റിയാക്റ്റീവ് ദാൻ കോപ്പർ അല്ലേ? മെഗ്നീഷ്യം റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുക. നമ്മൾ എന്താ പഠിച്ചത്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ മെറ്റൽ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ. ഇവിടെ ആരാ റിയാക്റ്റീവ്? മെഗ്നീഷ്യം. കോപ്പർ എന്താ? പാവം, റിയാക്റ്റീവ് അല്ല, ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പം മെഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്യില്ലേ? സോ മെഗ്നീഷ്യം ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം. ഇതിന് നമുക്ക് ആ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. കോപ്പർ താഴെയാണ്, ഏറ്റവും താഴെയാണ് ആ റിയാക്ടിവിറ്റി സീരീസിൽ. ഇവിടെ കൺഫ്യൂഷൻ വരും, സിൽവർ ആൻഡ് കോപ്പർ സൾഫേറ്റ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ സിൽവറും ഗോൾഡും ഓർണമെന്റ്സിലെ നമ്മൾ എന്തുകൊണ്ടാണ് ഇടുന്നത്? അത് പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യാത്തത് കൊണ്ട്. കോപ്പറിനെയും സിൽവറിനെയും കമ്പയർ ചെയ്യുമ്പം ആരാണ് റിയാക്റ്റീവ്? കോപ്പർ. അപ്പോൾ AGക്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം AG പാവമാണ്, AG ലെസ് റിയാക്റ്റീവ് ആണ്. സോ നോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെഗ്നീഷ്യം ആൻഡ് സിങ്ക്, ഇവിടെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കോഡ് വേണ്ടി വരും. എന്നാലും നമുക്കറിയാം എന്തായിരുന്നു? പോപ്പുലർ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക്, അത്ര മതി നമുക്ക്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം. ഇനി വരുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ താഴെയല്ലേ? പോപ്പുലർ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക്. അപ്പം M ആണ് മെഗ്നീഷ്യം ഇസ് റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് സിങ്ക് അല്ലേ? പിന്നെ എന്തായിരുന്നു? മെഗ്നീഷ്യം പോപ്പുലർ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക് സൂ അല്ലേ? സൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സൂ. അപ്പം സിങ്ക് എന്തായാലും മെഗ്നീഷ്യത്തിൻ്റെ താഴെയാണ്. അപ്പം നമുക്ക് പേടിയേ വേണ്ട. മെഗ്നീഷ്യം ക്യാൻ ഡിസ്പ്ലേസ് സിങ്ക്, സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അടുത്തത് മെഗ്നീഷ്യം സിൽവർ. ഒന്നും നോക്കാനില്ല, സിൽവർ താഴെ കിടക്കുന്ന ആളാണ് റിയാക്ടിവിറ്റി സീരീസിൽ. സോ ഇതും എന്ത് ചെയ്യും? മെഗ്നീഷ്യം ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ആൻഡ് മെഗ്നീഷ്യം. ഡിസ്പ്ലേസ് ചെയ്തല്ലോ. കോപ്പർ പാവം താഴെയാണ് അല്ലേ? റിയാക്ടിവിറ്റി സീരീസിൽ താഴെയാണ്, റിയാക്ഷൻ കുറവാണ് കമ്പയർഡ് ടു മെഗ്നീഷ്യം. സോ നോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, സിമ്പിളാണ്. ഇനി ഇതിൻ്റെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാലോ? ഡിസ്പ്ലേസ് ചെയ്യുന്ന ആരൊക്കെയുള്ളൂ? ഒന്ന് ഇയാളുണ്ട്, ഒന്ന് ഇയാൾ. ഇവരുടെ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കുക.
Mg plus CuSO4 gives magnesium sulfate MgSO4 plus Cu. കണ്ടോ? magnesium plus copper sulfate gives MgSO4 plus Cu. ആര് ഓക്സിഡൈസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തെന്ന് അറിയണ്ടേ? Mg0 അല്ലേ എലിമെന്റൽ സ്റ്റേറ്റിൽ. സൾഫേറ്റ് ഞാൻ പറഞ്ഞു -2 ആണ്. ഇത് -2 ആണെങ്കിൽ SO4 ഒറ്റൊരു ഗ്രൂപ്പ്, ഇത് -2 ആണെങ്കിൽ ഇത് +2 അല്ലേ? ഇതിലും ഇത് -2 ആണെങ്കിൽ ഇത് +2, കോപ്പർ 0. മെഗ്നീഷ്യം 0 to +2, Cu +2 to 0. ഇവിടെ ആര് ഓക്സിഡൈസ് ചെയ്തു? ഇതാ ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷൻ. നമ്മളിപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് എഴുതിയില്ലേ അല്ലേ? അടുത്തത് നോക്കാം. ഏതാ? മെഗ്നീഷ്യം പ്ലസ് സിങ്ക്. അത് പിന്നെ എഴുതണ്ട, ഇതേപോലെ തന്നെയാണ്. മെഗ്നീഷ്യം പ്ലസ് സിങ്ക് സൾഫേറ്റ് ഗീവ്സ് MgSO4 പ്ലസ് Zn2 പ്ലസ് ആണ്. ഇനി കോപ്പർ സൾഫേറ്റ് പ്ലസ് MgSO4, അതും ഇതിൽ നോ ഡിസ്പ്ലേസ്മെന്റ് ആ. ഇതിലാകെയുള്ള മെഗ്നീഷ്യം പ്ലസ് AgNO3 പറഞ്ഞുതരാം. മെഗ്നീഷ്യം പ്ലസ് AgNO3 MgNO3 twice. കേട്ടാ? മെഗ്നീഷ്യം നൈട്രേറ്റ് MgNO3 twice പ്ലസ് Ag. മെഗ്നീഷ്യം 0 അല്ലെ എലിമെന്റൽ സ്റ്റേറ്റിൽ, നൈട്രേറ്റ് -1 Ag +1. NO3 -1 ആണ്, പക്ഷെ -1 × 2 ഉണ്ട്, അപ്പം -2 ആണ്. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഇത് +2 ആവണം. Ag0. അപ്പോൾ മെഗ്നീഷ്യം 0യിൽ നിന്ന് +2 ആയി. സോ മെഗ്നീഷ്യം ഹാസ് അണ്ടർഗോൺ ഓക്സിഡേഷൻ. Ag +1ൽ നിന്ന് 0 ആയി. സോ ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. ഇതൊക്കെ ഞാൻ എന്തിനാ സ്പീഡ് പറയുന്നത്? ഇനി പറയേണ്ട ആവശ്യമില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ പറയാനുള്ളത്. എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്ര ഈസി ആണെന്ന് നമുക്ക് തോന്നിയാലും ഇതിൽ നിന്ന് നിറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസ്. പക്ഷെ നമുക്ക് എളുപ്പമല്ലേ, നമ്മൾ അത്രയും നന്നായി പഠിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻസിൽ ഇട്ടോ, നമ്മളത് ക്ലിയർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന് എന്ത് ആവശ്യമാണ്? കാരണം നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ വി കാൻ ഗോ ടു ദ സ്കൂൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ ഒന്നും പോസിബിൾ അല്ല. ബട്ട് വി ആർ ദെയർ ടു ഹെൽപ്പ് യു. നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ ഇട്ടോളൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. വി വിൽ ക്ലിയർ ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.